100 साल पहले मुझे तुमसे प्यार था, मुझे तुमसे प्यार था, आज भी है और कल भी रहेगा, 100 साल पहले. അതെ നമ്മുടെ ആ തിരുവണ്ടികള് രണ്ട് സാധനങ്ങളില്ലയോ, അതുങ്ങള് രണ്ടും കൂടെ ഇപ്പൊ വേഷവും കിട്ടി ഇങ്ങോട്ട് വരും ലാലേട്ടനെ കാണാനായിട്ട്. എനിക്കതല്ല, എന്റെ പുഴുങ്ങൻ അളിയനകത്തുണ്ടല്ലോ, അയാളെ ഞാൻ ഇനി എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന. അല്ല അണ്ണാ, ലാലേട്ടൻ വരുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് ലാലേട്ടനെ ഒന്ന് കാണണം, ഒന്ന് തൊടണം, എന്നിട്ട് ചത്താലും വേണ്ടില്ല. എടി തിരുവണ്ടി, അവരെ ഈ വീട്ടിൽ നിന്നൊന്ന് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ അവരൊരു കള്ളം പറഞ്ഞല്ലയോ? ആണോ? അത് നീ അങ്ങ് വിശ്വസിച്ചോ? അല്ല, എന്നാലും എന്റെ വലിയൊരു ആഗ്രഹം ലാലേട്ടനെ കാണണോന്ന്. ചെടി അതെ, നമ്മൾ ഈ സിനിമയെ കാണുന്നതിന്റെ കൂട്ടുള്ള സൗന്ദര്യം ഒന്നും അങ്ങേർക്കില്ല. കംപ്ലീറ്റ് മേക്കപ്പ് ഇല്ലയോ, കംപ്ലീറ്റ് മേക്കപ്പ്. അസൂയ. എടി ഞാനും അതുപോലെ മേക്കപ്പ് ചെയ്താൽ ഞാനും ലാലേട്ടന്റെ കൂട്ടിരിക്കും, അതറിയാവോ? അല്ല, നിനക്കെന്താ ലാലേട്ടനുമായിട്ട് ബന്ധം? ലാലേട്ടനായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല. ലാലേട്ടൻ നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമല്ലേ. ലാലേട്ടൻ ഒരു നോക്ക് കാണാനായിട്ട് ആഗ്രഹിക്കാത്ത ആരുണ്ട് ഈ ലോകത്ത്? മാമാ, അയ്യോ, തോമ, ആട് തോമ, ഇതെന്റെ പുത്തൻ ഡ്രൈവൻ ക്ലാസ്. ഇത് ചവിട്ടി പൊടിച്ചതിന്റെ കാല് ഞാൻ വിട്ടു. സൂപ്പർ. അയ്യോ കൊള്ളാട്ടോ. നിനക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ്. തൊളിയട്ടെ കുറച്ചുകൂടെ ചരിയേ. അടിപൊളി. നിനക്ക് അല്ല എന്തി മറ്റവള് റിങ്കി എന്തി? അതിപ്പോ വരും. അല്ല പോണ്ട സമയമായില്ലയോ? നോക്കിക്കോ. എന്റെ കണ്ണിലേക്ക് നോക്ക്. നീ ആ കുട്ടികളെ കാണുന്നുണ്ടോ? എന്റെ എത്ര കളി നീ കണ്ടിട്ടുള്ളതാ. ഒടുക്കത്തെ കളിയും കൂടി കണ്ടു നോക്ക്. ഞാനും ഉണ്ടേ. ഈ പിച്ചക്കാരനെ വീടിനകത്ത് പിടിച്ചു വെച്ചാരാ? പിച്ചക്കാരനോ? ഞാന് കമലതലത്തിലെ നന്ദഗോപ മാഷിന്റെ വേഷമാണ്. അതെ, കുറച്ച് നാളത്തെ പ്രാക്ടീസിന്റെ കുറവുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. എന്തു ഇത്? ആനന്ദ നടനം ആടിനാൻ. അതെ, നാട്യശാസ്ത്രത്തിൽ ഭരതമുനി പറയുന്നുണ്ട്, ഏതോ ഹസ്തോ ദൃഷ്ടി, ഏതോ ദൃഷ്ടി തതോ മന, ഏതോ മന തതോ ഭാവ, ഏതോ ഭാവ തതോ രസ. എന്ന് വെച്ചാലേ, കയ്യെത്തുന്നിടത്ത് കണ്ണെത്തണം, കണ്ണെത്തുന്നിടത്ത് മെയ്യെത്തണം, മെയ്യെത്തുന്നിടത്ത് ഭാവം, ഭാവം ഉണ്ടെങ്കിൽ രസം ഉണ്ടാക്കാൻ പറ്റൂ. നന്ദികേശന്റെ അഭിനയ ദർപ്പണമാണ് നാട്യശാസ്ത്രത്തിൽ പറയണേന്. പിന്നൊരു കാര്യം പറയട്ടെ, ഒരു ബാങ്ക് ഓഫീസറായ ഞാൻ ഈ വേഷത്തിൽ കാണുമ്പോഴേ ലാലേട്ടൻ ഹാപ്പിയാവും. അല്ലെങ്കിൽ വ്യക്തി വേഷമാ. ബാങ്ക് ഓഫീസറെ കാട്ടി ഇതാ ചേരുന്നത്. അടിപൊളി. എന്നിലുള്ളൊരു നടനുണ്ട്, മക്കളും ഞാനും കൂടെ ചെല്ലുമ്പോഴേ ഉറപ്പാ കിട്ടും. കൊറേ നേരം ലാലേട്ടനുമായിട്ട് ഇരുന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം. പെട്ടെന്ന് സമയം കളയാ, പെട്ടെന്ന് ചെല്ല്. എന്റെ പേരൊന്ന് പറഞ്ഞാ മതി. ഒന്ന് പറഞ്ഞാ മതി. എന്റെ നാശില്ല. എന്നാ ചെല്ല്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, അളിയൻ വരുന്നില്ല? അല്ല, എനിക്ക് വരാൻ പറ്റത്തില്ലേ. അത് വേറെ പ്രശ്നമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ലാലേട്ടനുമായിട്ടുള്ള ഒരു സൗന്ദര്യ പിണക്കത്തിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പിണക്കോ? അത് നമ്മുടെ പാലക്കാട് ഒറ്റപ്പാലത്തെ
ഷൂട്ടിംഗ് നടക്കുമായിരുന്നു മറ്റേ വരിക്കാശ്ശേരി മനെ വെച്ച്. ആറാം തമ്പുരാന്റെ ഷൂട്ടിംഗ് നടക്കുമ്പം അത്യാവശ്യമായിട്ട് ലാലേട്ടന് കളരി പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ആള് വിട്ട് വിളിപ്പിച്ചായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് നേരിയ ഒരു ജലദോഷവും ഒരു ചെറിയൊരു പനിയും കൂടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ശാരീരികമായിട്ടുള്ള അവശത വന്ന്. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത വണ്ടിക്ക് തിരിച്ചു പോയിരുന്നു. അയ്യോ, അത് ലാലേട്ടന് അത്ര പിടിച്ചില്ല. അല്ല അങ്ങനെയാണെങ്കിലേ ഇപ്പൊ പിണക്കം മാറ്റാം. അല്ലല്ല, അത് ശരിയാകത്തില്ല. അത് ആ പണക്കത്തിന്റെ പേരിൽ ഞങ്ങൾ ഇപ്പൊ കുറച്ചു കാലമായിട്ട് സൗന്ദര്യപ്പണക്കേ ഉള്ളു. ഇപ്പൊ ചെല്ലുമ്പോ പിന്നെ കെട്ടിപ്പിടുത്തമായി, കരച്ചിലായി, വീഴ്ചിലായി. എന്തിനാ അങ്ങനെ ലാലേട്ട അഭിനയിച്ചോണ്ടിരിക്കുമ്പോ നമ്മളായിട്ട് കഷ്ടപ്പെടുത്തുന്നത്? നിങ്ങളില്ലേ? ഒരു ബെസ്റ്റ് വിഷസ് എങ്കിലും പറ. എന്തിനാ ഒന്നാക്കുന്നേ? 3 ബെസ്റ്റ് വിഷസ്. ബെസ്റ്റ് വിഷസ്. ബെസ്റ്റ് വിഷസ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, അപ്പൊ ഞങ്ങൾ പോട്ടെ. ടാറ്റാ. സമയം കളയണ്ട, പെട്ടെന്ന് നടന്നങ്ങോട്ട് നീങ്ങളിയാ. എന്തായിരുന്നു തള്ളി മറിച്ചത്? നിങ്ങളൊക്കെ ഇത് പറഞ്ഞാ വിശ്വസിക്കുന്നല്ലോ. എന്തൊരു മരമണ്ടന്മാരാ. നിങ്ങളൊക്കെ ഒരേ ഫാമിലി അല്ലേ? അല്ല, എന്റെ ഫാമിലി അല്ല, അളിയൻ വേറെ ഫാമിലി. സഹവാസം കൊണ്ട് വരുന്നതാ. അന്നാ എന്താ മാക്കൂ മാക്കൂ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.